ഇതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ദൈവം തൻ്റെ അലമാരിയിൽ വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ കയ്യിൽ നീ അനുഭവിക്കും, നിൻ്റെ കയ്യിലതെത്തും. എങ്ങനെയാണെന്നറിയാമോ? സ്കൂളിൽ ഒരു ഓട്ട മത്സരം നടത്തിയാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവരെ ഒരു ഉയർന്ന പീഠത്തിൽ സ്കൂൾ അധികൃതർ കയറ്റി നിർത്തിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രോഫിയോ അല്ലെങ്കിൽ കഴുത്തയിലിടുന്ന ഒരു മാലയോ അത് സമ്മാനമായി കൊടുക്കും. അതെല്ലാവരും കാണുക. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം എല്ലാവരും കാണുക. പ്രാർത്ഥിച്ച നിന്നെ മാനിച്ചിരിക്കും, പ്രാർത്ഥിച്ച് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഇന്ന് കേട്ടത് എളിമയുള്ളവരെ ഉയർത്തുന്ന, അത് പറഞ്ഞത് മനുഷ്യനല്ല, പരിശുദ്ധ അമ്മ പറഞ്ഞു, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. നിൻ്റെ കുടുംബത്തെ നോക്കിയിട്ടും നിൻ്റെ മുഖത്ത് നോക്കിയിട്ടും ഇത് ഞാൻ പറയും, എളിമയുള്ളവരെ ഉയർത്തും. എൻ്റെ ജീവിതം അതിനൊരു സാക്ഷ്യമാണ്. യോഗ്യത കൊണ്ടല്ല മുമ്പിൽ നിൽക്കുന്നത്, എളിമയോടെ നിന്നതുകൊണ്ടേ ഉള്ള ഉയർച്ചകളൊക്കെ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. എളിമയുള്ളവരെ ദൈവം ഉയർത്തും, എളിമയുള്ളവരെ ദൈവം ഇഷ്ടപ്പെടുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ കുടുംബമായി ഒന്ന് പ്രാർത്ഥനയിലേക്ക്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അതിനകത്തൊരു പ്രധാന പോയിന്റ്, ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പം ആ വീട്ടിലെ അപ്പം പറഞ്ഞു, ആ അലുമാരി തുറന്ന് ആ മേൽത്തരം വസ്ത്രം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാ, എന്നിട്ട് ഇവനെ അങ്ങ് ധരിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇതുപോലെ ഒരനുഭവം ഉണ്ടാകട്ടെ. ഇന്ന് വരെ ഇല്ലാതിരുന്നത് ഒരു പുതിയൊരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരട്ടെ. ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ലതൊക്കെ ശരീരത്ത് വന്ന് ചേരുമെന്ന്. ഇത്രയും നല്ലതൊക്കെ അപ്പൻ എനിക്ക് വേണ്ടി കരുതി വെച്ച് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷെ നിനക്ക് വേണ്ടി ഉണ്ട്, കരുതിയിട്ടുണ്ട്. നീ മറന്നാലും ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നൊരു അനുതാപത്തിൻ്റെ ആരാധനയാണ്. ഇന്ന് എളിമയോടെയുള്ള ആരാധനയാണ്. എളിമയോടെ ആരാധിക്കുമ്പോൾ സ്വർഗം നിന്നെ ഓർത്ത് സന്തോഷിക്കും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്കും. ഞാൻ സംഭവമാണ്, എനിക്ക് വലിയ സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ഭാവങ്ങളെല്ലാം മാറ്റിയിട്ട് എളിമയോടെ നിൽക്ക്. നിന്നെ, നിൻ്റെ കുടുംബത്തെ തക്ക സമയത്ത് ദൈവം ഉയർത്തും. അതിനായി പ്രാർത്ഥിക്കുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ചടങ്ങായിട്ട് കൂടരുത്. നിയോഗം വെച്ച് വേണം പങ്കെടുക്കാൻ. എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ അത്ഭുത സാക്ഷ്യങ്ങളായി മാറും. ആരാധനയിൽ പ്രവേശിക്കുമ്പോൾ ആ നിയോഗത്തെ ചേർത്ത് വയ്ക്കുന്നു. ശാലോം TV ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾ പറഞ്ഞറിയിച്ച നിയോഗങ്ങൾ ഇതിനോടൊപ്പമുണ്ട്. എല്ലാം ചേർത്ത് വെച്ച് ഈ ജപമാല സഖ്യത്തോട് ചേർന്ന് ഒരുമിച്ച് നമ്മൾ ആരാധിക്കുന്നു, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. എന്നെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ, എനിക്ക് ശക്തിയും ബലവും വിശുദ്ധീകരണവും തരാൻ, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്താനൊക്കെ ദൈവം കണ്ട സമയം, എനിക്ക് വേണ്ടി കണ്ട സമയം ഇപ്പോൾ നിങ്ങൾ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരിക്കുന്ന സമയമാണെങ്കിലോ, അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസത്തോടെ, കുറച്ചുകൂടെ പ്രാർത്ഥനയോടെ, ആരാധനാ മനോഭാവത്തോടെ നമുക്കിരിക്കാം. ഒരു വചനം ഒന്ന് കേട്ടേ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ദൈവം എന്നോട് സംസാരിക്കുവാണ്. ഈ വചനം നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിൽ, വചനപ്രഘോഷണത്തിൽ കേട്ടു. എഴുതിയിരിക്കുന്ന വാക്ക്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ഒരു പ്രശ്നമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ അനുഭവം ഇതാണ്: മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. വിശ്വാസത്തിൽ പറഞ്ഞേ, മുറിച്ചാൽ വിശ്വസിക്കുന്ന ഞാൻ അവിടം കൊണ്ട് തീരില്ല, ഞാൻ തളിർക്കും, ഞാൻ തളിർക്കും. തളിർക്കാൻ ദൈവം ഒരുക്കിയ മണിക്കൂറാണിത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഒറ്റപ്പെട്ട് കഴിയാൻ ദൈവം ആഗ്രഹിച്ച സമയമല്ല, അതിനുവേണ്ടി ഒരുക്കുന്നൊരു സമയമല്ല. നീ ജീവിതത്തിൽ എവിടെയാണോ മുറിഞ്ഞത് അവിടെ നിന്ന് വീണ്ടും തളിർക്കണമെന്നാണ് ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ തളിർക്കണം. നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ, ഈ മുറിവേറ്റ ഞാൻ, വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഞാൻ ജീവിതത്തിൽ തളിർക്കും, ജീവിതത്തിൽ തളിർക്കും ഞാൻ. ആ വാക്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത വാക്യം, തളിർത്ത് വീണ്ടും അതിൽ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അടുത്ത വാക്യം എങ്ങനെയാ നോക്കൂ. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും
വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് വീണ്ടും തളിർക്കും, ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ, നിങ്ങളിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗന്ധം ഏതാണെന്നറിയാമോ? ആരാധനയുടെയാണ്, പ്രാർത്ഥനയുടെയാണ്, വചനത്തിൻ്റെയാണ്. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ ഒരു മരം വീണ്ടും തളിർക്കുമെങ്കിൽ ഈ ആരാധനയുടെ അനുഗ്രഹം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതവും തളിർക്കാതിരിക്കില്ല, ശിഖരങ്ങൾ പുറപ്പെടാതിരിക്കില്ല, അനുഗ്രഹം അനുഭവിക്കാതിരിക്കില്ല. വിശ്വസിക്കുന്നെങ്കിൽ ഇത് ഏറ്റെടുക്ക്, ഈ വചനം ഏറ്റെടുക്ക്. കേട്ട വചനം ഈ തുടർന്നുള്ള എല്ലാ ദിവസത്തിനും അനുഗ്രഹമാകുന്നൊരു വചനമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയാണ് കേട്ടത്. ഈ വചനം ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിട്ട് വേണം ഈ വചനം, കേട്ട വചനം ആരാധനയിലൊന്ന് സമർപ്പിക്കാൻ. നിങ്ങളെ ദൈവം എവിടെയൊക്കെയോ ജീവിതത്തിൽ മുറിഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ട്. മുറിഞ്ഞ് പല കഷ്ണങ്ങളായിപ്പോയ മരം വെട്ടിയിട്ട് പല കഷ്ണങ്ങളായി വാളുകൊണ്ട് മുറിച്ചിട്ടതുപോലൊക്കെ കിടക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം പറയുവാണ്, നിന്റെ ജീവിതം തീർന്നു എന്നല്ല ദൈവം പറഞ്ഞ്, നിന്റെ ജീവിതം അവസാനിച്ചു എന്നല്ല പറഞ്ഞത്. ഇത് നിന്റെ അവസാനമാണെന്നല്ല, വീണ്ടും തളിർക്കും, ഇളം ചെടി പോലെ ശാഖകളുണ്ടാകും, നീ പടർന്ന് പന്തലിക്കുമെന്നാണ് ഈ വാക്യം പറഞ്ഞെങ്കിൽ, ആ വാക്യം ഇന്ന് എന്നോടാ പറഞ്ഞെങ്കിൽ, ഈ വചനം എന്നോട് പറയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാ ഈ ആരാധനയിൽ ഈ വചനം നിന്നെ കേൾപ്പിച്ചത്. ഈ മിനിറ്റിൽ ദൈവം നിന്നെ അത് കേൾപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിച്ച് കരങ്ങളെ ഒന്ന് ഉയർത്തുക, ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങ്, ഒന്ന് ആരാധിക്കാൻ ഒരുങ്ങ്. ജീവിതത്തിൽ മുറിഞ്ഞവർ, കുടുംബ ജീവിതത്തിൽ മുറിവേറ്റവർ, വ്യക്തി ജീവിതങ്ങളിൽ മുറിവേറ്റവർ, പലതരത്തിൽ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകളുമായി പോകുന്നവരുണ്ട്. നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നിങ്ങളാകുന്ന മരം ഉണങ്ങിപ്പോകുമെന്നല്ല, നിങ്ങൾ ഇളം ചെടി പോലെ തളിർത്ത് ശാഖകൾ പുറപ്പെടുവിക്കും. വിശ്വാസത്തിൽ പറ, ഞാൻ വളരും, ഞാൻ വളരും, ഞാൻ ഇളം ചെടി പോലെ, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ വളരുന്ന ചെടി പോലെ ഞാൻ വളരും, ശാഖകൾ പുറപ്പെടുവിക്കും. എനിക്ക് വളർച്ചയുണ്ട്, എനിക്ക് ഇനിയും വളരാനുണ്ട്, എനിക്ക് ജീവിക്കണം എന്ന് പറ. ഈ ആരാധന നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയമായി മാറും. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓരോ വിഷമിക്കുന്നവരെയും, ഓരോ മുറിവേറ്റവരെയും, ഓരോ സങ്കടത്തിൽ കഴിയുന്നവരെയും, തകർന്ന ജീവിതങ്ങളെ സ്വപ്നങ്ങളുമായി നടക്കുന്നവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഇത് സൗഖ്യത്തിന്റെ മണിക്കൂറാക്കണമേ. ഈ ആരാധനയുടെ സമയം ഒരു വിടുതലിന്റെ സമയമാക്കണമേ. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സമയമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ, ഈ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ, ഈ കുടുംബത്തെ അങ്ങ് വിടുവിക്കണമേ, ഈ കുടുംബത്തിലേക്ക് വിശുദ്ധീകരണം കൊണ്ടുവരണമേ, ഈ കുടുംബത്തെ സന്തോഷത്തിൽ കൊണ്ടുവരണമേ, തലമുറകളെ അനുഗ്രഹിച്ചു വളർത്തണമേ, അനേകം കുടുംബങ്ങളെ തൊടണമേ, അനേകം വ്യക്തികളെ വിടുവിക്കണമേ, വലിയ മാനസാന്തരങ്ങളെ ഒരുക്കണമേ, പ്രതീക്ഷ നിറയ്ക്കണമേ. നിരാശ മാറിപ്പോകട്ടെ, നിരാശ മാറട്ടെ, നിരാശ മാറട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയരേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇനി കേൾക്കുന്ന ഈ ഭാഗം നമ്മളൊരു വചനമാണ് കണ്ടത്. ലൂക്കാസ് സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ കണ്ട ധൂർത്തപുത്രൻ്റെ ഉപമ. ഇത് എന്നെ ഈ ദിവികാരുണ്യത്തിൻ്റെ സൈഡിൽ നിന്ന് എന്നെയാ നിങ്ങൾ കേൾക്കുന്നതിലും ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നിൽ ഇടപെടുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണം കൊണ്ട് ഇന്ന് വരെയും ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ദൈവനാമത്തെ മഹത്വം നൽകിയപ്പോൾ ഈ ദൈവം അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ടതായി എനിക്കറിയാം, അനേകരുടെ കണ്ണുനീർ തുടച്ചതായി എനിക്കറിയാം.